നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭങ്ങൾക്ക് നടുവിൽ സമരസമിതിയെയും നേതാക്കളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കി സമരപ്പന്തലിൽ നിന്നുള്ള അലി അംജദ് ഖാന്റെ വിവാദ പ്രതികരണം. വയനാട് സ്വദേശിയെന്ന് പറഞ്ഞ അലി അംജദ് തുടർന്ന് പ്രതികരണം നടത്തുകയായിരുന്നു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തെയും നിലവിലെ പ്രതിസന്ധികളെയും ഖുറാനിൽ പരാമർശിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങളോടെയാണ് വയനാട് സ്വദേശിയായ അലി അംജദ് ഖാൻ സാദൃശ്യപ്പെടുത്തിയത്. താൻ മെസ്സയ്യയോ മഹ്ദിയോ ആണെന്ന് തോന്നാറുണ്ടെന്ന വിചിത്രവാദവും യുവാവ് ഉന്നയിച്ചു. അതായത് രക്ഷകർത്താവ്. മതവിഷയവുമായി ചേർത്തുള്ള ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ചർച്ചയായിട്ടുണ്ട്. ഇസ്ലാം മതവിശ്വാസി എന്ന നിലയിൽ ഖുറാനിൽ പ്രതിപാദിക്കുന്ന ലോകാവസാനത്തിന്റെ സൂചനയായിട്ടാണ് താൻ CJPയുടെ പ്രക്ഷോഭത്തെയും ഇപ്പോഴത്തെ സാഹചര്യങ്ങളെയും കാണുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളെന്ന നിലയിൽ ഖുറാനിൽ പ്രതിപാദിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നായ ദബത്തുൽ അർദ്, അതായത് പ്രാണികളെയോ പ്രകൃതിയിലെ ജീവികളെയോ കുറിക്കുന്ന സങ്കല്പം. ഈ ഒരു ആശയവുമായി CJPയുടെ പ്രക്ഷോഭത്തിന് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് യുവാവ് അഭിപ്രായപ്പെട്ടു. ഒരു തീവ്ര ഇസ്ലാം മതവിശ്വാസി എന്ന നിലയിൽ ലോകാവസാനത്തിന്റെ സൂചനയായാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇന്ന് പലരും തങ്ങളാണ് മഹ്ദി അല്ലെങ്കിൽ ഈസ എന്ന് അവകാശപ്പെടാറുണ്ട്. ഞാൻ ശരിക്കും മഹ്ദി എന്നും മെസ്സയ്യൻ എന്നും തോന്നാറുണ്ട്, അലി അംജദ് ഖാൻ പറഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മാത്രം കേന്ദ്രീകരിച്ച് സമരം നടത്തുന്നതിൽ കാര്യമില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുഴുവൻ ഭരണ നേതൃത്വവും രാജിവെക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനങ്ങൾ കൃത്യമായി നികുതി അടയ്ക്കുന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള നല്ലൊരു ഭരണമല്ല രാജ്യത്ത് നടക്കുന്നത്. മോശം വിദ്യാഭ്യാസ രീതിയും ഭരണ സംവിധാനങ്ങളും ആളുകളെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുന്നു. ഇസ്രായേലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ നയപരമായ പിഴവുകളെയും രാജ്യത്തെ നിലവിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെയും അദ്ദേഹം തത്സമയ പ്രതികരണത്തിൽ വിമർശിച്ചു. ജനങ്ങളെ ഭയപ്പെടുത്തി നിർത്തുന്ന നയമാണ് സർക്കാരിൻ്റെതെന്നും ഇസ്രായേലുമായി കേന്ദ്ര സർക്കാർ തുടർന്ന ബന്ധമാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നയതന്ത്ര വീഴ്ചയെന്നും യുവാവ് ആരോപിച്ചു. എന്നാൽ സാങ്കേതികവും വിദ്യാഭ്യാസപരവുമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്യുന്ന വിദ്യാർത്ഥി യൂണിയനുകൾക്ക് അനാവശ്യമായ മതപരമായ നിരീക്ഷണങ്ങളും അവകാശവാദങ്ങളും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സംഘ് പരിവാർ പ്രൊഫൈലുകൾ ഇയാളുടെ പ്രതികരണത്തിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട്. സമരക്കാരുടെ യഥാർത്ഥ ലക്ഷ്യം ഭരണം അട്ടിമറിക്കലാണെന്ന ആരോപണം ശക്തമാക്കിയാണ് ഇവർ രംഗത്ത് വന്നിരിക്കുന്നത്. അംജദിന്റെ പ്രതികരണം വിഷയത്തെ രാഷ്ട്രീയ എതിരാളികൾ തിരിച്ചുപിടിക്കുമോ എന്ന ആശങ്കയിലാണ് സമരസമിതി. സമരത്തെ അനുകൂലിക്കുന്ന പലരും യുവാവിന്റെ പ്രതികരണത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്.